ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭാ മാതാവ് വിശുദ്ധരായ ബേസിലിൻ്റെയും ഗ്രിഗറിയുടെയും തിരുനാൾ സന്തോഷത്തോടെ കൊണ്ടാടുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം 19 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. സ്നാപയോഹന്നാൻ്റെ പക്കലേക്ക് യഹൂദർ കുറച്ച് ലേവ്യരെയും പുരോഹിതരെയും അയക്കുകയാണ്. നീ ക്രിസ്തുവാണോ എന്ന ചോദ്യമാണ് സ്നാപകൻ്റെ മുമ്പിലേക്ക് അവർ എടുത്തു വെക്കുന്നത്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നതും ഈ ഒരു ചോദ്യത്തെയാണ്, നീ ക്രിസ്തുവാണോ? അപ്പം ക്രിസ്തുവാണെന്ന് സംശയിക്കത്തക്ക രീതിയിൽ യോഹന്നാൻ അവിടെ ജീവിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് യഹൂദർ യോഹന്നാനെ ക്രിസ്തുവാണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു സംശയം നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തരുന്നത് യോഹന്നാൻ ജീവിച്ച ജീവിത രീതിയാണ്. ക്രിസ്തുവിനെക്കുറിച്ച് പഴയ നിയമ പ്രവചനങ്ങളിൽ ഉണ്ടായിരുന്ന പ്രവചനങ്ങളെ പൂർത്തീകരിക്കുമാറ് യോഹന്നാൻ ജീവിച്ചിരുന്നിരിക്കണം. ഇപ്പോൾ ക്രിസ്തുവാണെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രീതിയിൽ അത്രമേൽ വിശുദ്ധിയോടെ, സ്നേഹത്തോടെ, കരുതലോടെ, ശക്തിയോടെ, ദൈവ തീക്ഷ്ണതയോടെ, ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ തീക്ഷ്ണതയോടെ ആ മനുഷ്യൻ ജീവിച്ചതുകൊണ്ടാണ് ചുറ്റുമുള്ള മനുഷ്യർ അവനെ യേശുവാണെന്ന്, അല്ലെ ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കിയത്. അപ്പം ഈ പുതിയ ഒരു വർഷം തുടങ്ങുമ്പോൾ ഈ ഒരു വിചിന്തനം നമ്മെ ഏറെ പ്രചോദിപ്പിക്കുന്നതാണ്. മറ്റു മനുഷ്യർക്ക് ക്രിസ്തുവാണെന്ന് തോന്നുന്ന രീതിയിൽ ജീവിക്കുന്ന മനുഷ്യരായി മാറുക. രണ്ടാം ക്രിസ്തു എന്നൊക്കെ അറിയപ്പെടുന്ന ഫ്രാൻസിസ് അസീസിയെക്കുറിച്ച് പറയുന്നത്, ഫ്രാൻസിസ് അസീസിയും ക്രിസ്തുവും നഗ്നനായി നിന്നാൽ അവരെ പരസ്പരം തിരിച്ചറിയാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ അതുപോലെ ക്രിസ്തുവായി ജീവിക്കാനുള്ള ബലത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. യോഹന്നാനെ പോലെ തീക്ഷ്ണതയോടെ സത്യത്തിനും നീതിക്കുമൊക്കെ സാക്ഷ്യം വഹിക്കുന്ന മനുഷ്യരാകുമ്പോൾ നമ്മുടെ ഉള്ളിലെ ക്രിസ്തുവും മറ്റു മനുഷ്യർക്ക് മുൻപിൽ വെളിച്ചമായി തെളിച്ചമായി നിറഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും. അപ്പം യോഹന്നാനെ പോലെ ചുറ്റുമുള്ള മനുഷ്യർ നമ്മളോടും ചോദിക്കണം, നീ ക്രിസ്തുവാണോ? നീ ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്നു, നീ യേശുവിനെ പോലെ ജീവിക്കുന്നു. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. വർഷങ്ങൾക്ക് മുൻപ്, 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ മനുഷ്യർ വിളിച്ചത് ക്രിസ്ത്യാനി എന്ന് വിളിച്ചതിൻ്റെ കാരണം തന്നെ ക്രിസ്തുവിനെ പോലെ ജീവിച്ചത് കൊണ്ടാണ്. അപ്പോൾ ആ പേര് യാഥാർത്ഥ്യമാകുന്ന തരത്തിൽ ഈ പുതുവർഷത്തിലും ക്രിസ്തുവിനെ മറ്റു മനുഷ്യർക്ക് പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. ഇന്ന് നമ്മൾ സാഘോഷം കൊണ്ടാടുന്ന തിരുനാൾ ഗ്രിഗറിയുടെയും ബേസിലിൻ്റെയും ഈ 2 വിശുദ്ധരും സഭയുടെ വേദപണ്ഡിതന്മാരാണ്. സഭയിൽ അന്നുണ്ടായിരുന്ന തിന്മകൾക്കെതിരെ പോരാടിയ, അന്ന് മനുഷ്യരെ വഴിതെറ്റിച്ചുകൊണ്ടിരുന്ന പഠനങ്ങൾക്കെതിരെ ധീരമായി പോരാടിയ 2 വ്യക്തികളാണ്. അവർ വളരെ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു, യോഹന്നാനെയും യേശുവിനെയും പോലെ. അവരുടെ സൗഹൃദം അവരുപയോഗിച്ചത് തന്നെ നന്മകളും വിശുദ്ധിയും ലോകത്തിന് നൽകുവാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഈ ഗ്രിഗറിയെ പോലെ, വിശുദ്ധ ബേസിലിനെ പോലെ ജീവിതത്തിൻ്റെ സൗഹൃദങ്ങളിൽ ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്ന മനുഷ്യരാകാനുള്ള ബലത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.